ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അംനാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ഫിഷ് ദം ബിരിയാണിയാണ്. കിങ് ഫിഷും ജീരകശാല റൈസും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനു വേണ്ടി ഞാനിവിടെ 800 ഗ്രാം കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിന് എരിവ് വളരെ കുറവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത്ര ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിഷെല്ലാം ഞാനിത് ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നൈസായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇത് മാറ്റി വെക്കാം. ഇനി ഓയിലിലേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട് ഒന്നങ്ങ് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ഓയിലിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിഷ് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഫിഷും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ എല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി 8 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകും 1 വലിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്തിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ള തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്തത്. ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഈ അരപ്പും കൂടെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന്
മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റൈസ് എടുത്തിട്ടുള്ള കപ്പിൽ 8 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. നമ്മൾ റൈസ് ഞാനിവിടെ നന്നായി കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്ത് ഈ റൈസ് ഒന്ന് വറുത്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നമുക്ക് റൈസ് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഇതിനായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കുറച്ചൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ദമ്മിടുന്നത് എങ്ങനെയെന്ന് നോക്കാം. മസാല റെഡിയാക്കിയ പാത്രത്തിലാണ് നമ്മൾ ദമ്മിടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂനട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടി 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തതാണിത്. ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് റൈസ് തീരുന്നത് വരെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വിറകടുപ്പിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലിഡ് വെച്ച് അതിന് മുകളിൽ കനൽ കോയിട്ടാൽ മതി. അല്ലെങ്കിൽ ചപ്പാത്തി മാവ് കൊണ്ടോ മൈദ മാവ് കൊണ്ടോ സൈഡിലൂടെ എല്ലാം ഒന്ന് നന്നായി ഒട്ടിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗവും നന്നായി പ്രസ് ചെയ്തിട്ട് വേണം കവർ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ലിഡ് വെച്ച് കൊടുക്കാം. ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം.
ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്ക് റൈസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്ത് റൈസെല്ലാം ആ പാത്രത്തിലേക്ക് മാറ്റാം. റൈസെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ റൈസെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു.